മ്യൂസിക്കിന് ജെൻഡർ ഇല്ലെന്നാണ് പൊതുവേ എൻ്റെ ഒരു വാദം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലാക്കൽ അതാ. പൊതുവെ അതല്ല, പൊതുബോധം വേറെയാണ് പറയുന്നത്. മ്യൂസിക്കിന് ജെൻഡർ ഇല്ല. അതായത് മ്യൂസിക്കലിൽ രാഗത്തിന് ജെൻഡർ ഇല്ല, താളത്തിന് ജെൻഡർ, രാഗം, താളം, സ്വരം, വികാരം, ഇതിനും ജെൻഡർ ഇല്ലല്ലോ. ജെൻഡർ ഇല്ലാത്ത തരത്തിലുള്ള ഈ വാക്കുകളൊക്കെ പറയുന്നു. മ്യൂസിക്കിന് ജെൻഡർ ഇല്ല ആക്ച്വലി. പക്ഷേ നമ്മൾ നിലനിൽക്കുന്ന സൊസൈറ്റികൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ജെൻഡറുകളാണ് ഇതിന് വരുന്നത്. അതായത് ഇപ്പം ചില ഇൻസ്ട്രുമെൻസിന് ചിലത് ഫീമെയിൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടും ചിലത് മെയിൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടും തന്നെ പറയപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും നല്ലത് നമ്മുടെ ഇമേജ് കലണ്ടർ ചിത്രം വീണ. അതെ അതെ, അങ്ങനത്തെ സാധനം. അപ്പം അത് വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ അതിനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വരങ്ങൾ, ഈ ഫീമെയിൽ പാടുമ്പം എങ്ങനെ പാടണം, ഒതുക്കി പാടണം, ഇത് പാടണം, ആണുങ്ങൾ പാടുമ്പോൾ ഇങ്ങനെ പാടണം, അങ്ങനെയൊന്നുമില്ല ആക്ച്വലി. ഇതിന് അതായത് പറഞ്ഞ സ്വരത്തിനും ശ്രുതിക്കും താളത്തിനും രാഗത്തിനും ഒന്നിനും ശബ്ദത്തിനും ഒന്നിനും ജെൻഡർ ഇല്ല എന്നാണ്. പക്ഷേ ഈ ജെൻഡർ ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് പലതരത്തിലാണ്. എനിക്ക് തോന്നിയത് ഈ ജെൻഡർ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീ സ്പേസ് ആയിട്ട് പോലും മ്യൂസിക്കിനെ കാണാം. അതായത് നോൺ ബൈനറി ആയിട്ടുള്ള, ക്യുവർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ ഇമോഷൻസോ ഫ്രീഡമോ ഐഡൻറ്റിറ്റിയോ എല്ലാം പറയാനുള്ളൊരു ഫ്രീ സ്പേസ് ആയിട്ടും മ്യൂസിക്കിനെ കാണാം. പിന്നെ വേറൊരു തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ റെപ്രസെൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ പാട്ട് പാടുന്നതും അഭിനയിക്കുന്നതും ഒക്കെയാണ് സ്ത്രീകൾ കൂടുതലും. ഈ മ്യൂസിക്കിൻ്റെ ഇതിൽ ലൈവ് സൗണ്ട് മിക്സറായിട്ടോ മ്യൂസിക് കമ്പോസറായിട്ടോ അങ്ങനത്തെ ഒരു വർക്കിൽ അല്ല ടെക്നിക്കലി ഇങ്ങനെ ആയിട്ടുള്ള എപ്പോഴും മെയിലാണ്. ഉണ്ടോയെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ കാണും, എന്നാലും ഞാൻ പറഞ്ഞാൽ അത് മെയിലാണ്. അപ്പം നമ്മളിപ്പം നമുക്ക് നമ്മുടെ തലമുറകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി കാണുകയാണ്, ഒരു മുതിർന്ന സ്ത്രീ ഒരു ലൈവ് സൗണ്ട് മിക്സറായിട്ടിരിക്കുന്ന ഒരു മുതിർന്ന സ്ത്രീയെ കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഒരു ബാൻഡിൻ്റെ ലീഡ് മെമ്പറായിട്ടൊരു മുതിർന്ന സ്ത്രീയെ കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഒരു കമ്പോസറായിട്ട് ഒരു മുതിർന്ന സ്ത്രീയെ കാണാൻ പറ്റുന്നു. അത് ഒരു വെറും റെപ്രസെൻറ്റേഷൻ മാത്രമല്ല, ദാറ്റ് ഈസ് എ റിയൽ എംപവർമെൻറ്റ്. അത് ഭയങ്കര തരത്തിലുള്ളൊരു ഇൻസ്പിറേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ റെപ്രസെൻറ്റേഷൻസ് വരണം ജെൻഡറിൽ. ഇപ്പം ഒരു ചെറിയൊരു അനുഭവം, ഞാൻ പേഴ്സണൽ അനുഭവം ഒന്നും ഇതിനകത്ത് പറഞ്ഞില്ല, പക്ഷെ ഒരു ജെൻഡർ അനുഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് മാത്രമായിട്ടോ ഞാൻ പറയുന്നത്, വളരെ കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ടൊന്നും ചെയ്യുന്നില്ല. ഞാൻ കൽക്കട്ട പഠിച്ചു കഴിഞ്ഞ സമയത്ത് കേരളത്തിലേക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ സിനിമകളും ഇതൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ലൊക്കേഷൻ സൗണ്ട് റെക്കോർഡിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വരുന്നതാണ്. അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് എറണാകുളത്ത് താമസിക്കാൻ സ്ഥലമില്ല, പക്ഷേ ഇവരൊരു പ്രീ പ്രൊഡക്ഷനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവില്ല, അവിടത്തേക്ക് സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വരുവാണ്. അപ്പം എനിക്കവിടെ ഒരു മുറിയുണ്ട്, അതൊരു വലിയ വില്ല പോലത്തെ ഒരു സ്പേസാണ്. അവിടുത്തെ ഒരു മുറി എനിക്ക് താമസിക്കാൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ വരുന്നു, പ്രീ പ്രൊഡക്ഷൻ ഇത് തകൃതിയായിട്ട് നടക്കുന്നു. ഒരു കുറച്ച് 1-2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡയറക്ടർ എൻ്റെ അറിയുന്ന സുഹൃത്തായിട്ടുള്ള ഒരാളാണ്. അപ്പം വന്ന് പറയുന്നു, പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ പരാതി പോയിട്ടുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരു പെൺകുട്ടി മാത്രം ഇവിടെ ജീവിക്കുന്നുണ്ട്, ഇതിവിടെ അനുവദിക്കാൻ പറ്റില്ല, ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ വില്ല ഒഴിയണം. അപ്പം സുഹൃത്തിൻ്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഡെബ്യൂ ആയിട്ട് ഡയറക്ഷനിലേക്ക് വരുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അത്ര ഇൻട്രസ്റ്റ് ചെയ്യുന്നത് എന്തോ കാരണത്താൽ. പക്ഷെ എൻ്റെ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എറണാകുളത്ത് വേറെ സ്ഥലമില്ല, പെട്ടെന്ന് ഇവർ പറയുമ്പോൾ ഇറങ്ങിപ്പോകാനും സ്ഥലമില്ലാത്ത രീതിയിൽ എൻ്റെ തൊഴിൽ നീതി മാത്രം നിഷേധിക്കുകയല്ല ചെയ്തത്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സർവൈവൽ, അല്ലെങ്കിൽ ഞാൻ താമസിക്കാവുന്നൊരു ബേസിക് ആയിട്ടുള്ള എൻ്റെ ഒരു പാർപ്പിട ഇതുപോലും പ്രശ്നവും കൂടെ ഉണ്ടായിട്ടുണ്ട്. ബേസിക് നെസസിറ്റിയും ഡിനൈ ചെയ്തിട്ടുണ്ട്. അതൊരു ജെൻഡർ പ്രശ്നമാണ്. അപ്പോൾ ഈ ജെൻഡർ ഇപ്പം ഒരു വോയിസ് കേട്ടിട്ടൊരു ഇത് ഒരു മ്യൂസിക്കിൽ ഒരു സാധനം കഴിയുമ്പോൾ അത് ജെൻഡർ കൊണ്ടാവരുത് ഒരിക്കലും.